ശാന്തി. ഈ ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും സർവസംബന്ധങ്ങളിൽ നിന്നും മനസ്സും ബുദ്ധിയും വേർപെടുത്തി ഞാൻ മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ജ്യോതിബിന്ദുവിനെ കാണുന്നു. നിരാകാരാത്മാവിനെ കാണുന്നു. ഇതാണ് എൻ്റെ സത്യസ്വരൂപം, അനാദി സ്വരൂപം. എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതമായി നിരാകാരി അനാദി ശിവബാബയെ കൂടെ അനുഭവം ചെയ്യുന്നു. എൻ്റെ ദിവ്യ ബുദ്ധിയാകുന്ന നേത്രത്തിലൂടെ പരമാത്മാ ശിവബാബയെ ഞാൻ കാണുകയാണ്. അതിതേജോമയ ദിവ്യ ജ്യോതിബിന്ദു. കുറച്ച് സമയത്തേക്ക് ഞാൻ ഈ ജ്യോതിർമയ സ്വരൂപം കണ്ടുകൊണ്ടിരിക്കുന്നു. ബാബയുടെ സമീപതയുടെ അവിസ്മരണീയ നിമിഷങ്ങൾ ഞാൻ അനുഭൂതി ചെയ്യുന്നു. സ്വയം ദാത വിധാത സ്നേഹസാഗർ ശിവബാബയെ കാണുന്നു. ബാബയുടെ സ്നേഹസ്പന്ദനം ഞാൻ ആത്മാവിനെ സ്പർശിക്കുന്നു. ബാബയുടെ അവ്യക്ത ശബ്ദം എൻ്റെ കാതുകളിലെത്തുന്നു. ബാബ പറയുന്നു, മധുരമായ കുട്ടി, ഞാൻ നിൻ്റേതാണ്. നീ എന്നെ സ്വന്തം കുട്ടിയാക്കൂ, അവകാശിയാക്കൂ. എങ്കിൽ മുഴുവൻ കൽപ്പത്തിലും നിനക്ക് എൻ്റെ സർവ്വതും നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. സംഗമയുഗത്തിൽ എന്നിലൊരു പ്രാവശ്യം ബലിയർപ്പണമാകൂ എങ്കിൽ ഞാൻ 21 ജന്മങ്ങളിലേക്ക് നിന്നിൽ ബലിയർപ്പണമാകും. സംഗമത്തിൽ എന്നെ അവകാശിയാക്കൂ. സ്വയം സർവശക്തിവാൻ പരമാത്മാവിൻ്റെ വാഗ്ദാനമാണ്. ഞാൻ ആത്മാ ഈ വാഗ്ദാനത്തിൻ്റെ ലാഭമെടുക്കുന്നു. പരമാത്മാ ശിവബാബയെ എൻ്റെ അവകാശിയാക്കുന്നു. നിരാകാരി പരമാത്മാവിനെ തന്നെ കുട്ടിയുടെ രൂപത്തിൽ, അവകാശിയുടെ രൂപത്തിൽ കാണുന്നു. ബാബ പറയുന്നു, നീ എൻ്റെ കണ്ണിലുണ്ണിയാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ എൻ്റെ മനസ്സും ധനവും ശരീരവും സർവ്വതും നിൻ്റേതാണ്. അതിനാൽ ഞാൻ നിശ്ചിന്തമാണ്. എൻ്റെ അവകാശി കുട്ടി സദാ എൻ്റെ കൂടെയാണ്. എൻ്റെ എല്ലാ ഉത്തരവാദിത്വവും എടുത്തിരിക്കുന്നു. ഈ സംഗമയുഗത്തിൽ പരമാത്മാ ശിവബാബ ജ്ഞാനവും ഗുണവും നൽകി എന്നെ സമ്പന്നമാക്കി. ബാബ എനിക്ക് 21 ജന്മങ്ങളിലേക്കും സുഖം, ശാന്തി, സമ്പത്ത് സർവ്വതും തന്നിരിക്കുന്നു. എൻ്റെ പഴയതെല്ലാം എടുത്ത് 21 ജന്മങ്ങളിലേക്ക് പുതിയ ലോകത്തിൻ്റെ അധികാരിയാക്കി. ഈ ഒരു ജന്മത്തിൽ പരമാത്മാവിനെ എൻ്റെ അവകാശിയാക്കി 21 ജന്മങ്ങളിലേക്ക് ഞാൻ രാജ്യപദവി പ്രാപ്തി ചെയ്യുന്നു. ബാബയുടെ
സമ്പത്തിൻ്റെ അധികാരിയാകുന്നു. സത്യത്തിൽ ഞാൻ എത്ര ഭാഗ്യശാലിയാണ്. ഞാൻ ഈ സമയത്ത് ബാബയിൽ ബലിയർപ്പണമായി 21 ജന്മത്തിലേക്ക് സുഖിയാകുന്നു. അതിരാവിലെ ഉണർന്ന് ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. അവസ്ഥ മുഴുവൻ ദിവസവും ശരിയാക്കുന്നു. ബാബ പുനർജന്മരഹിതനാണ്. പാവനമായ ബാബ പറയുന്നു, പതിതമായി മാറരുത്, വികാരത്തിൽ പോകരുത്. മായ ദുഃഖം നൽകുന്നു. ബാബ കുട്ടികൾക്കൊരിക്കലും ദുഃഖത്തിൻ്റെ മതം നൽകില്ല. ബാബ വന്ന് സഹജരാജയോഗം പഠിപ്പിക്കുന്നു. കേവലം ബാബയെയും സമ്പത്തിനെയും ഞാൻ ഓർമ്മിക്കുന്നു. 5000 വർഷത്തിന് ശേഷം വീണ്ടും ബാബ വന്നിരിക്കുകയാണ്. സമ്പത്ത് നൽകുന്നു. അത് മായ തട്ടിയെടുക്കുന്നു. ഞാൻ ഓർമ്മയിലിരുന്ന് പതിതാത്മാവിൽ നിന്നും പുണ്യാത്മാവായി മാറുന്നു. ഇത് യോഗാഗ്നിയാണ്. പരിധിയില്ലാത്ത യജ്ഞമാണ്. ബാബ കേൾപ്പിക്കുന്നു, കേവലം എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം മുറിഞ്ഞു പോകും. ഞാൻ ബാബയിൽ പൂർണ്ണമായി ബലിയർപ്പണമാകുന്നു. ബാബ എന്നെ 21 ജന്മങ്ങളിലേക്ക് സുഖിയാക്കുന്നു. ഞാൻ സദോ പ്രധാനമാകുന്നു. അതിരാവിലെ ഉണർന്ന് അവിനാശി സമ്പാദ്യമുണ്ടാക്കുന്നു. ശ്രീമതത്തിലൂടെ ശ്രേഷ്ഠമായി മാറുന്നു. മന്മഥവും പരമതവും ത്യാഗം ചെയ്യുന്നു. ഒരവജ്ഞയും ചെയ്യില്ല. സൃഷ്ടിയെ സ്വർഗമാകുന്നതിൻ്റെ സേവനം കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ചെയ്യണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സമയവും സങ്കല്പവും സഹിതം തൻ്റെ സർവ ഖജാനകളെയും വിൽ ചെയ്യുന്ന മോഹജീത്താകുന്നു. ബാബയെ തൻ്റെ അവകാശിയാക്കി സർവ്വതും വിൽ ചെയ്യുന്നു. അപ്പോൾ വിൽ പവർ വന്നു ചേരുന്നു. മോഹം സ്വതവേ ഇല്ലാതാകുന്നു. സ്മൃതി, സമയം, സങ്കല്പം എല്ലാം ശ്രീമതമനുസരിച്ച് സേവനങ്ങളിൽ ഉപയോഗിക്കുന്നു. മോഹജീത്ത് ബന്ധനമുക്തരായി മാറുന്നു. പരസ്പരം സ്നേഹിയാകുന്നതിന് വേണ്ടി സരളതയുടെയും സഹനശീലതയുടെയും ഗുണം ധാരണ ചെയ്യുന്നു. ഓം ശാന്തി.